ഇപ്പോഴത്തെ ലോക സമാധാനത്തിന് കാരണം ആറ്റം ബോംബുകളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സത്യം അതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നു എന്താണ് ന്യൂക്ലിയർ പീസ്. ഇന്ന് ആണവായുധം കൈവശം നേടിയിട്ടുള്ള 9 ലോകരാജ്യങ്ങളാണുള്ളത്. ഈ രാജ്യങ്ങളുടെ എല്ലാം കയ്യിലെ ആണവായുധങ്ങൾ ഉപയോഗിച്ചാൽ ഭൂമിയുടെ ഉപരിതലം 5 തവണ നശിപ്പിക്കാൻ സാധിക്കും. ഇന്ന് ഈ ലോകം ഇങ്ങനെ സമാധാനത്തിൽ പോകാൻ കാരണം ഈ ന്യൂക്ലിയർ ബോംബുകൾ തന്നെയാണ്. ഒരു രാജ്യം ആണവായുധം ഉപയോഗിച്ചാൽ മറ്റൊരു രാജ്യം തിരിച്ചും പ്രയോഗിക്കും എന്ന പേടി കാരണം ആരും യുദ്ധത്തിന് പോകില്ല എന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. മറ്റുള്ളവരെ നശിപ്പിച്ചാൽ അവർ തിരിച്ചും പ്രയോഗിച്ച് തങ്ങളും നശിക്കുമെന്ന ഭയമാണ് ഇതിന് കാരണം. ഇനി എന്താണ് ആണവ സമാധാന സിദ്ധാന്തം സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആണവ സമാധാന സിദ്ധാന്തം അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ ഒരു ആശയമാണ്. ആണവായുധങ്ങളുടെ സാന്നിധ്യം ആണവ സായുധ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വലിയ തോതിലുള്ള യുദ്ധങ്ങളെ തടഞ്ഞുകൊണ്ട് ഒരു സുസ്ഥിരമായ ആഗോള അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നിർദ്ദേശിക്കുന്നു. ആണവായുധത്തിൻ്റെ വിനാശകരമായ അനന്തരഫലങ്ങൾ അത്തരം ആയുധങ്ങളുടെ ഉപയോഗത്തിനെതിരെ ശക്തമായ പ്രതിരോധമായി പ്രവർത്തിക്കുമെന്ന് അഭിപ്രായപ്പെടുന്ന പരസ്പര ഉറപ്പുള്ള നാശം അഥവാ MAD എന്ന ആശയത്തിൽ ഈ സിദ്ധാന്തം ആഴത്തിൽ വേരൂന്നിയതാണ്. ഈ സിദ്ധാന്തം വിപുലമായ സംവാദങ്ങൾക്കും വിശകലനങ്ങൾക്കും വിഷയമായിട്ടുണ്ട്, പ്രത്യേകിച്ച് ശീതയുദ്ധകാലത്തും അതിനുശേഷവും. ഇനി ചരിത്രപരമായ ആണവ സമാധാന സിദ്ധാന്തത്തിൻ്റെ സന്ദർഭങ്ങൾ നോക്കാം. ആണവ സമാധാന സിദ്ധാന്തത്തിൻ്റെ ഉത്ഭവം ശീതയുദ്ധത്തിൻ്റെ ആദ്യ നാളുകൾ കണ്ടെത്താനാകും. ഈ കാലഘട്ടം യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള തീവ്രമായ ഭൗമ രാഷ്ട്രീയ മത്സരത്താൽ അടയാളപ്പെടുത്തി. രണ്ട് മഹാശക്തികളും ആണവായുധങ്ങളുടെ വികസനവും വിന്യാസവും ശക്തിയുടെ അസ്ഥിരമായ സന്തുലിതാവസ്ഥ സൃഷ്ടിച്ചു. 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധി പോലുള്ള നിരവധി സംഘർഷങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നിട്ടും ശീതയുദ്ധം ഒരു പൂർണ്ണതോതിലുള്ള യുദ്ധമായി മാറിയില്ല. ഈ കാലഘട്ടത്തെ ലോങ് പീസ് എന്ന് വിളിക്കാറുണ്ട്. ഇത് വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിൻ്റെ അഭാവത്തെ എടുത്തു കാണിക്കുന്നു. ഇനി ആണവ സമാധാന സിദ്ധാന്തത്തിൻ്റെ പ്രധാന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മ്യൂച്വൽ അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ അഥവാ MAD. ആണവ സമാധാന സിദ്ധാന്തത്തിൻ്റെ ആണിക്കല്ല് പരസ്പര ഉറപ്പുള്ള നാശത്തിൻ്റെ സിദ്ധാന്തമാണ്. ആണവായുധങ്ങൾ ഉപയോഗിച്ച് പരസ്പരം നശിക്കാനുള്ള കഴിവ് രണ്ട് എതിർ കക്ഷികൾക്കുണ്ടെങ്കിൽ ഒരു സംഘട്ടത്തിനും തുടക്കമിടില്ലെന്ന് ഈ സിദ്ധാന്തം ഉറപ്പിക്കുന്നു. സമ്പൂർണ്ണ നാശത്തെക്കുറിച്ചുള്ള ഭയം തീരുമാനമെടുക്കുന്നതിൽ നിയന്ത്രണവും ജാഗ്രതയും ഉറപ്പാക്കുന്നു. യുക്തിവാദികളായ അഭിനേതാക്കൾ സ്വന്തം നാശത്തിലേക്ക് നയിച്ചേക്കാവുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കാമെന്ന അനുമാനത്തെയാണ് MAD ആശ്രയിക്കുന്നത്. സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി. MAD ഫലപ്രദമാകണമെങ്കിൽ ഇരുവശത്തും വിശ്വസനീയമായ രണ്ടാം സ്ട്രൈക്ക് ശേഷി ഉണ്ടായിരിക്കണം. ഇതിനർത്ഥം ഒരു വശം ആദ്യ പണിമുടക്ക് നടത്തിയാലും അസ്വീകാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താൻ മതിയായ ശക്തിയോടെ തിരിച്ചടിക്കാനുള്ള കഴിവ് മറുവശത്തിനും ഉണ്ടായിരിക്കണം. ആണവ അന്തർവാഹിനികൾ, മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾ, പ്രാരംഭ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിയുന്ന കഠിനമായ സിലോകൾ എന്നിവ വിന്യാസത്തിലൂടെയാണ് രണ്ടാമത്തേത് സ്ട്രൈക്ക് ശേഷി ഉറപ്പാക്കുന്നത്. പ്രതിരോധം. ആണവ സമാധാനത്തിൻ്റെ പ്രാഥമിക സംവിധാനം പ്രതിരോധമാണ്. വിനാശകരമായ പ്രതികാര ഭീഷണി ആണവ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന ആക്രമണാത്മക നടപടികളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് രാഷ്ട്രങ്ങളെ തടയുന്നു. വിശ്വസനീയമായ ഭീഷണികൾ, ശക്തമായ ആശയവിനിമയ മാർഗങ്ങൾ, തന്ത്രപ്രധാനമായ അവ്യക്തത എന്നിവയുടെ സംയോജനത്തിലൂടെയാണ് പ്രതിരോധം നിലനിർത്തുന്നത്. പ്രതികാര സ്ട്രൈക്കിൻ്റെ കൃത്യമായ സ്വഭാവത്തെയും സമയത്തെയും കുറിച്ച് സാധ്യതയുള്ള എതിരാളികളെ അനിശ്ചിതത്തിലാക്കുന്നതിലൂടെ സംസ്ഥാനങ്ങൾക്ക് പ്രതിരോധ പ്രഭാവം വർദ്ധിപ്പിക്കാൻ കഴിയും. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വൻ ശക്തികൾ തമ്മിലുള്ള വലിയ യുദ്ധങ്ങൾ തടയുന്നതിന് ആണവായുധങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ആണവ സമാധാന സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ വാദിക്കുന്നതും ഇതേ കാര്യമാണ്. പരസ്പര നാശത്തെക്കുറിച്ചുള്ള ഭയം ആണവ സായുധ രാഷ്ട്രങ്ങൾക്കിടയിൽ കൂടുതൽ ജാഗ്രതയും കണക്കുകൂട്ടലും ഉള്ള പെരുമാറ്റത്തിലേക്ക് നയിച്ചതായി അവർ വിശ്വസിക്കുന്നു. കൂടാതെ നിയന്ത്രിത ആണവ വ്യാപനം കൂടുതൽ രാഷ്ട്രങ്ങളിലേക്ക് പ്രതിരോധ പ്രഭാവം വ്യാപിപ്പിച്ച് ആഗോള സ്ഥിരത വർദ്ധിപ്പിക്കുമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഉദാഹരണത്തിന് ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് ഈ രാജ്യങ്ങളും തമ്മിലുള്ള സംഘട്ടനങ്ങൾക്കിടയിലും വലിയ തോതിലുള്ള യുദ്ധങ്ങൾ തടയുന്നതിനുള്ള ഒരു ഘടകമായി പലപ്പോഴും ഉദ്ധരിക്കപ്പെടുന്നു.